PC പെർഫെക്റ്റ് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, ഒരു 10 ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ ഫോൺ അങ്ങ് കേടായി. ഞാൻ വീഡിയോ ഇടുന്നതെല്ലാം ഫോണിലാണ് കേട്ടോ. അപ്പോൾ സിസ്റ്റത്തിൽ നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ പോലും നമ്മളെപ്പോഴും കൊണ്ട് നടക്കുന്ന ഫോണല്ലേ. അപ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഫോണായിരുന്നു യൂസ്ഫുൾ. അപ്പോൾ ഫോൺ അങ്ങ് കേടായി. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്തോന്നറിയില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എഡിറ്റിംഗ് എല്ലാം പറ്റുന്നുണ്ട്, പക്ഷേ അപ്ലോഡിങ് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു വീഡിയോ ഇല്ലായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ടോ, അതുകൊണ്ടാണോ വീഡിയോ ഇല്ലാഞ്ഞതെന്ന്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതാണ് റീസൺ. ഫോൺ കേടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കേട്ടോ. പിന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നറിയാത്ത ഒരുപാട് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ HDCക്ക് പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് കാണുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിലും എങ്ങനെ പഠിക്കണമെന്നറിയാതെ, എന്തായി പഠിക്കുന്നതെന്നറിയാതെ അന്തം വിട്ട് ഒരു ബ്ലൈൻഡായിട്ട് പഠിക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് പോകാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കോർപ്പറേഷൻ സംബന്ധിച്ച വീഡിയോ ആണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അല്ലേ. HDC JDC ആ ഒരു കോപ്പറേറ്റീവ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അത് ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു എക്സാമിന് ജൂനിയർ ക്ലർക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് ആദ്യം, ഒന്നും അറിയാത്തവർക്ക് നമുക്ക് ആ ഒരു എക്സാമിന് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് അവർ വേണ്ടത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടൊരു റഫായിട്ടുള്ള ഒരു സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് അല്ല പറയുന്നത്, റഫായിട്ട്, അതായത് നമുക്ക് ബ്ലൈൻഡായിട്ട് പോവാതെ നമ്മളുടെ മനസ്സിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്തായി പഠിക്കാൻ പോകുന്നതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫായിട്ട് പെട്ടെന്നൊരു സബ്ജക്റ്റ് ഏതൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ HDCയോ JDCയോ അല്ലെങ്കിൽ BCom കോർപ്പറേഷനോ ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, ഇന്ന കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തത്, ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്, ഒരു ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈൻ വായിച്ചു പോകുക. നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന്, ആ ഒരു ചാപ്റ്റർ ഇന്നത്തെ ദിവസം പഠിക്കുന്നതെങ്കിൽ ആദ്യം അതിൻ്റെ ഹെഡിങ് പഠിച്ചു പോവുക. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാവൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫ് അല്ലെ ഫസ്റ്റ് ലൈൻ തൊട്ട് ഇങ്ങനെ വായിച്ച് പോയാൽ ഉണ്ടല്ലോ, നമുക്ക് എന്തുവായി പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആദ്യമായിട്ട് പഠിക്കുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് ആദ്യം കണ്ടൻറ്റ് നോക്കുക. ആ കണ്ടൻറ്റ് നോക്കിയിട്ട്, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ആ ചാപ്റ്റർ എന്തിനെ പറ്റിയുള്ള ചാപ്റ്ററാണെന്ന് നോക്കുക. അതിൻ്റെ മെയിൻ ഹെഡിങ്സ് എല്ലാം നോക്കുക. അപ്പോൾ അതിനകത്തെ കണ്ടൻറ്റ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് പഠിക്കാൻ തുടങ്ങിയാലും ആദ്യം ഒരു ബുക്കോ, റഫ് ബുക്കായാലും അല്ലെങ്കിൽ എന്തായാലും ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ടൊരു ബുക്ക് എപ്പോഴും കയ്യിൽ കാണണം. നമ്മളെപ്പോൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലും, ഏത് സബ്ജക്റ്റോ അല്ലെങ്കിൽ ടോപ്പിക്കോ പഠിക്കാനിരുന്ന് കഴിഞ്ഞാലും ഒരു റഫ് ബുക്ക് കാണണം. അതിൻ്റെ ഷോർട്ട് നോട്ട്, നമ്മൾ ഈ മെയിൻ ഹെഡിങ്, ഇപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതിയിട്ട്, ആ ഒരു ഹെഡിങ് വൈസ് സബ് ഹെഡിങ് കാണുമല്ലോ, ആ സബ് ഹെഡിങ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഷോർട്ട് നോട്ട് എഴുതി പഠിച്ച് അങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് കവർ ചെയ്യുകയും ചെയ്യും. ജസ്റ്റ് വായിക്കുന്നതിനേക്കാളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് എഴുതി വെക്കുകയും കൂടെ ആണെങ്കിൽ ചെറുതായിട്ട് മതി. ഡിസ്ക്രിപ്ഷൻ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടല്ലല്ലോ, നമുക്ക് ജസ്റ്റ് ഷോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, മറ്റുള്ളവരെ ആ നോട്ട് കാണിക്കണമെന്നില്ല. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ ഓരോ സബ്ജക്റ്റും പോവുക. പിന്നെ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു റീഡിങ്ങിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഈ എഴുതിയേക്കുന്നതെന്ന് പോലും മനസ്സിലാകത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടെ വായിക്കുക, റീഡ് ചെയ്യുക. നമ്മൾ എത്ര വട്ടം വായിക്കുന്നോ കുറേ തവണ ജസ്റ്റ് അങ്ങ് വായിച്ച് പോവുക. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, ഹെഡിങ് എന്താണെന്ന് നോക്കണം, ആ ഒരു ടോപ്പിക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കണം, കണ്ടൻറ്റ് എന്താണെന്ന്.
അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ടിനുള്ള ബുക്ക് തയ്യാറാക്കി വെക്കണം. പിന്നെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് വായിക്കുക, അത് കഴിയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കുക, പിന്നെ മനസ്സിലായോ ഒന്നുകൂടെ ജസ്റ്റ് വായിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതി പോവുക. മെയിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പോവുക. നമ്മളെ സംബന്ധിച്ച് ഈ കോമ്പറ്റേറ്റീവ് എക്സാം സംബന്ധിച്ച് പോയിൻ്റാണ് നമുക്ക് വേണ്ടതെന്നറിയാമല്ലോ. അല്ലാതെ വലിയ എസ്സേയോ അല്ലെങ്കിൽ പാരഗ്രാഫോ ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അപ്പോൾ അതിനകത്തെല്ലാം ഓരോ പാരഗ്രാഫിനകത്തും ചിലപ്പം അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള മെയിൻ കാര്യങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന അത് ക്വസ്റ്റ്യൻ ആവാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി തന്നെ പോവുക. പിന്നെ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജൂനിയർ ക്ലർക്ക് എക്സാമിനെ സംബന്ധിച്ച് മാത്സ് ഉണ്ട്. അപ്പം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എപ്പോഴും ചെയ്ത് തന്നെ പോവുക, ചെയ്ത് തന്നെ പഠിക്കണം. മറ്റുള്ളത് നമ്മൾ വായിച്ച് പഠിച്ചാലും തന്നെ മാത്സ് എപ്പോൾ പഠിച്ചാലും, ഇനിയിപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർ എന്തായാലും മാത്സ് ചെയ്ത് നോക്കും. പക്ഷേ പിന്നെ നമ്മൾ ഈ എല്ലാം പഠിച്ചെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോർക്കും എനിക്കിതൊക്കെ അറിയാമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ ഇതെന്തിനാണ് പിന്നെയും ചെയ്ത് നോക്കുന്നത്, പരീക്ഷയുടെ തലേദിവസം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ നോക്കും. പക്ഷേ അങ്ങനെയല്ല, മാത്സ് നമുക്ക് അങ്ങനെ ഒരിക്കലും കിട്ടത്തില്ല. എപ്പോഴും മാത്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ശീലിച്ചുകൊണ്ടേ ഇരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മാത്സ് കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഈ എക്സാമിന് നമ്മൾ ടൈം ഒരു വലിയ ഫാക്ടറാണ്. ഈ മാത്സിനെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും എളുപ്പ വഴിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ ആൻസർ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾക്ക് മാത്സിൻ്റെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് കാണും അല്ലേ. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക ആ ഒരു വേ ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് വർക്കാവുന്ന വേ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് എപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൂടുതൽ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ കൈയിനെയും അതേപോലെ തന്നെ മനസ്സിനെയും ട്രെയിൻ ചെയ്ത് തന്നെ ഇരിക്കുക. പിന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു കണ്ടിന്യൂ കുറേ മണിക്കൂർ അങ്ങ് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. അരമണിക്കൂർ ഇടവിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കണം. കാരണം എപ്പോഴും നമുക്ക് കൂടുതലും നമ്മളുടെ നമ്മളുടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയം ആയിട്ട് എല്ലാവർക്കും തോന്നത്തില്ല. നമുക്ക് ടെൻസ്ഡ് ആയിട്ടുള്ള സമയമായിരിക്കും പഠിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ്റെ ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷൻ, അങ്ങനെയെല്ലാം ആകുമ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കാതെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കണം. അന്നേരം ആ സമയത്ത് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ വിളിക്കുകയോ ആ സമയത്ത് അത്രയും മാത്രമേ ആകാവൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പഠനത്തിലൂടെ തന്നെ വന്നാലേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ഒരുപാട് ആൾക്കാർ, അതായത് 90% ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നിങ്ങളിൽ പലർക്കും ഗ്രൂപ്പ് സ്റ്റഡി പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 കൂട്ടുകാരല്ലേ, ഇപ്പോൾ 2 കൂട്ടുകാരായാലും ഇപ്പോൾ ഒരാളെ കൂടെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ നമുക്കറിയാത്ത കാര്യം മറ്റേ ആൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വേറൊരാൾ പറയുന്നത് കേൾക്കുക, നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ഡൗട്ട് ചോദിക്കുക, നമ്മൾ ആ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ നമ്മളങ്ങ് ക്ലിയർ ആക്കും. അതൊരുപാട് എഫക്റ്റീവാണ്, ശരിക്കും എഫക്റ്റീവാണത്. പക്ഷെ ചിലർക്ക് മാത്രം അത് ഒറ്റയ്ക്ക് പഠിക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ പഠിച്ച് ജോലി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഏതാണ് നമ്മൾക്ക് സ്യൂട്ടെന്ന് നോക്കിയിട്ട് ഗ്രൂപ്പ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് ആൾക്കാർക്ക് കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, നല്ലൊരു മെത്തേഡാണത്. പിന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അസുഖങ്ങളൊന്നും വരാതെ, ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ അസുഖങ്ങളുടെ ഒരു ചാകരയായിരിക്കും. കൊറോണയുണ്ട് ഒരു സൈഡിൽ, മറ്റുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും വരാതെ അതേപോലെ നന്നായിട്ട് ഉറക്കം കിട്ടാനായിട്ട് ശ്രമിക്കണം. നമ്മളെപ്പോഴും പഠനത്തിന് മുൻതൂക്കം കൊടുക്കുമെങ്കിലും ഉറങ്ങിയെങ്കിൽ നന്നായിട്ട് നമുക്ക് ബോഡിക്കും മനസ്സിനും നമ്മൾ റെസ്റ്റ് കൊടുത്തെങ്കിൽ മാത്രമേ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൈൻഡിലിരിക്കുകയും കൂടെ വേണ്ടേ. അപ്പം നന്നായിട്ട് ഉറക്കം കിട്ടണം, ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം. അല്ലാതെ ഒരുപാട് അങ്ങ് ഉറക്കളച്ചിരുന്ന് പഠിക്കേണ്ട കാര്യമില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉറക്കളച്ച് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന അവസ്ഥയൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴേ തന്നെ നന്നായിട്ട് പഠിച്ചു പോകുക. അപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറേയേറെ കവർ ചെയ്യാനൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് തൊട്ടേ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം.
അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്ന കാര്യം, ഇത്രയും ചെയ്താൽ മാത്രം പോരാ, ഒരു പോർഷൻസ് കവർ ചെയ്യുക മാത്രമാണ് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചെയ്യേണ്ടത്. അല്ല, ഒരിക്കലും അല്ല. ആദ്യം പഠിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആദ്യത്തെ ടാസ്കിൽ മാത്രമുള്ളൊരു കാര്യമാണ്. പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങേണ്ടത് റിവിഷനാണ്. എത്ര തവണ റിവിഷൻ ചെയ്യുന്നു അത്രയും നന്നായിരിക്കും. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, യൂണിവേഴ്സിറ്റി എക്സാം അല്ല, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ എക്സാമോ അല്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടോപ്പറാകാൻ പറ്റും. അതേപോലെ തന്നെ ശരിയായിട്ട് ഒരു എക്സാമിനെ അഭിമുഖീകരിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50-ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം.